എന്തല്ല എല്ലാവരും ഉണ്ടെന്ന് കേട്ട്. അമ്മയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? അധികം സമയമില്ലെന്നാ ഡോക്ടർ പറഞ്ഞേ. ഓ, ഇതാരാ? പേരക്കുട്ടിയാ ഹരി. രാജിൻ്റെ? അല്ല, ഗോവിന്ദൻ്റെ. ഇവൻ +2 ഒക്കെ കഴിഞ്ഞ് കോളേജ് ചേരാൻ നിൽക്കുക. ഏതാ കോഴ്സ്? എഞ്ചിനീയറിംഗ് ആയിരിക്കും. ഒരു കാര്യമില്ല. എൻ്റെ മോൾ എഞ്ചിനീയറിങ് കഴിഞ്ഞ് അതിലും ഉപയോഗമില്ലാത്ത എന്തിനോ ഒന്ന് PG എടുത്ത് ഇപ്പോൾ പണിയില്ലാണ്ട് വീട്ടിൽ നിൽക്കുക. കാലം മാറി. ഇപ്പം BA അല്ലെങ്കിൽ BCom. അതാ നല്ലത്. കളിയാട്ടത്തിനുണ്ടാകല്ലേ? തോന്നുന്നില്ല. ഇന്ന് പോകുന്നാ ഡോക്ടർ പറഞ്ഞു. ഓ, അപ്പോൾ പിന്നെ ഭാസ്കരനല്ലേ? അതെ. എന്നെ മനസ്സിലായോ? പിന്നെ രാജീവ് ഗോവിന്ദനൊക്കെ എന്ത് പറയുന്നു? ഓ, സുഖം തന്നെ. ഇത് ഗോവിന്ദൻ്റെ മോന്. ആ. ആ, എന്താ പേര്? ഹരി. വീട്ടിലെ കാര്യമൊക്കെ എങ്ങനെ പോന്നു? അങ്ങനെ പോന്ന്. മറ്റേ പെൻഷൻ്റെ കേസ് ജയിച്ച്. ഇനി ഒരു കോമ്പൻസേഷൻ തരണം. ആ, അത് നന്നായി. ഇനിയിപ്പോൾ നിങ്ങൾക്കൊന്ന് വിശ്രമിക്കാമല്ലോ. ഞാൻ വന്നത് ഒരു കാര്യം പറയാനായിരുന്നു. തെക്കേ തൈക്കണ്ടി പറമ്പിൻ്റെ കാര്യമാണ്. അവിടെ ഇപ്പം എന്താ? പഴയ കഥയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. ഞാൻ നിങ്ങളുടെ അച്ഛനോട് കുറച്ച് പൈസ കടം വാങ്ങിയിരുന്നു. അതിൻ്റെ ഗ്യാരണ്ടിയാ സ്ഥലം. പൈസ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. മൂപ്പര് സ്ഥലം അറ്റാച്ച് ചെയ്തു. അന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു, ഏതെങ്കിലും കാലത്ത് നല്ലൊരു തുക കൊടുത്താൽ സ്ഥലം എനിക്ക് മടക്കി തരുന്ന കാര്യം ആലോചിക്കാമെന്ന്. അതൊക്കെ എനിക്കറിയാം. ഓ, അതിനിപ്പോൾ എന്താ മാറ്റം വന്നേ? ഇപ്പം എൻ്റെയൊക്കെ കുറച്ച് ക്യാഷ് ഉണ്ടല്ലോ. എനിക്ക് എൻ്റെ സ്ഥലം മടക്കി വാങ്ങണമെന്നുണ്ട്. നിങ്ങളുടെ സ്ഥലമൊന്നും പറയണ്ട. എന്നാലും ചോദിക്കട്ടെ, നിങ്ങൾ എത്ര തരും? ഞാൻ 40 ലക്ഷം ഉറുപ്പ്യ തരാം. 40 സെൻറ്റിനോ? നിങ്ങൾ കളിയാക്കേ? എന്നാ വിശ്വം പറ, ഞാൻ എന്താ തരണ്ട്? അച്ഛനെടുത്ത സമയത്ത് വലിയ വിലയില്ലാതെ കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ അങ്ങനെ അല്ലല്ലോ. ബൈപ്പാസ് വന്നാൽ 5 മിനിറ്റ് വേണ്ട അങ്ങോട്ട് നടക്കാൻ. സെൻറ്റിന് 2 ലക്ഷത്തിൽ കുറയില്ല. 80. അത് തന്നെ കുറവാ. എന്താ വിശ്വം ഈ പറയുന്നത്? നമ്മളെ കൊയിലാണ്ടിയിലേടിയ സെൻറ്റിന് 2 ലക്ഷം കിട്ടുന്ന സ്ഥലം അത് കുറച്ച് കൂടുതലാ. കാലം മാറി രാമേട്ട. റിയൽ എസ്റ്റേറ്റ് കയറിയില്ലേ? എന്നാലും ഇത് മാർക്കറ്റ് പ്രൈസിനേക്കാളും അധികം. ഞാൻ എൻ്റെ വില പറഞ്ഞു. നിങ്ങൾക്ക് തരാൻ പറ്റിയ നിങ്ങൾ വാങ്ങിച്ചോളി. വിശ്വ, എൻ്റെ അച്ഛനെയും അമ്മേനെയും അടയ്ക്കിയ മണ്ണാ അത്. എനിക്കറിയാലോ, അതിൻ്റെ സ്ഥലമൊന്നുമല്ല. തലമുറയായിട്ട് കൈമാറി വന്നതാ. അയ്യോ, തലമുറയുടെ കാര്യമൊന്നും പറയല്ലേ. പഴയ കഥകളൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് കുറയ്ക്കാം. പണ്ട് അച്ഛൻ അങ്ങനെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം. 75 ലക്ഷം പൈസ തന്ന സ്ഥലം ഇങ്ങടെയാണ്. ഞാനൊരു 50 തരാം. എൻ്റെ രാമേട്ട, ബാർഗെയിനിങ്ങിനൊന്നും എനിക്ക് താല്പര്യമില്ല. 75 താഴാൻ പറ്റില്ല, ഫൈനലാണ്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. വാ. സേതു എടുപ്പോയതാ? ഓ, കടയിൽ എന്തിനാ പോയത്? ഞങ്ങൾ പോട്ടെ. ശരി. നീ എവിടെ പോയതാ? ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാ. രാവിലെ എവിടെ പോയി രണ്ടാളും? ഇവിടെ അടുത്ത് കുളത്തിൻ്റെ അടുത്തൊക്കെ. നിന്റെ നാടല്ലേ? ഇഷ്ടമായോ? പിന്നെ നല്ല രസമുണ്ട്. നഫീസ് എന്നായിരുന്നു, ബാക്കി ഞാൻ നോക്കാം. ആ ചേച്ചി ഇരിക്കേ. ഭാസ്കർ എവിടെ പോയി? ഭാസ്കർ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ട്, ഇപ്പൊ കഴിയാറായിട്ടുണ്ടാവും. നമുക്ക് കഴിക്കാം. ആ വേണ്ട. ചെറുപ്പത്തിൽ ഞങ്ങൾ സ്ഥിര കുളത്തിലായിരുന്നു. മഴയത് ഭയങ്കര രസമാണ്. വിശ്വനും ഭാസ്കരനും അവിടെ ചേർന്നാടിയ.
ആ തുടങ്ങിയോ? ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തുടങ്ങി. നിങ്ങൾ രണ്ടാളും മഴയത്ത് അടികൂടുന്നതൊക്കെ. അതൊക്കെ ആയിരുന്നു കാലം. പക്ഷേ ഈ മഴ പെയ്യുമ്പോൾ സ്കൂൾ തുടങ്ങും. അത് മാത്രമേ ഉള്ളായിരുന്നു ഒരു കുഴപ്പം. സേതോട്ടം സ്ഥിരം ക്ലാസ് കിട്ടിയായിരുന്നു. അതിൻ്റെ പേരിൽ അച്ഛൻ ദൂരം തല്ലിയിട്ടുണ്ടെന്നറിയാം. അല്ല, ഇത്രയും നല്ല ക്ലൈമറ്റിൽ ക്ലാസ്സിൽ പോയിരിക്കാന്നൊക്കെ പറഞ്ഞാൽ ക്ലാസ് റൂമിലിരുന്ന് മഴ കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിപ്രഷൻ മൂടാ. അതാ ക്ലാസ്സിൻ്റെ കുഴപ്പം. ആ, ഓന് മനസ്സിലായി. അത് മനസ്സിലായി. സ്കൂളും കോളേജൊക്കെ കട്ട് ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് അല്ലേ അല്ല? അച്ഛാ, ഹരിയും അവൻ്റെ മുത്തശ്ശനും കൂടെ എന്തിനാ വന്നേ? ഒരു സ്ഥലത്തിൻ്റെ കാര്യം സംസാരിക്കാനാ. തെക്കേ കണ്ടില്ല? ആ, അതൊന്നും ഞാൻ കൊടുക്കാൻ പോകുന്നില്ല. വിശ്വട്ടെ, ഞാൻ ചോദിക്കാതിരിക്കായിരുന്നു. നിങ്ങൾ ചോദിച്ച പൈസ ഇത്തിരി കൂടുതലല്ലേ? അതെ, കൂടുതലാണ്. അയാളിപ്പോൾ അങ്ങനെ വാങ്ങണ്ട. അതെന്താ? അതെ, ഇതാണ്. പണ്ട് മുതലേ ഈ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലല്ലോ. അയാൾ അച്ഛന് കുറച്ച് കാശ് കൊടുക്കാനുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഇപ്പം നല്ലൊരു എമൗണ്ട് അയാൾ പറഞ്ഞ സ്ഥിതിക്ക് അതൊന്ന് കൺസിഡർ ചെയ്തൂടെ? അയാൾക്ക് ആ പ്രോപ്പർട്ടിയിൽ എന്തെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും. പാവം. പാവോ? ഇയാളോ? പണ്ടത്തെ ഇയാളെ അറിയാം നിനക്ക്? കുട്ടികളിരിക്കുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛൻ ഇക്കൂട്ടർ ജാതി പറഞ്ഞാൽ വിളിക്കാം. അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമല്ലേ. ഇപ്പം അവർ നമുക്ക് റെസ്പെക്റ്റ് തരുന്നില്ലേ? ഈ റെസ്പെക്റ്റ് എപ്പോഴാണ് കിട്ടിയത്? അച്ഛൻ കഷ്ടപ്പെട്ട് കുറച്ച് കാശുണ്ടാക്കിയപ്പോഴാണ്. അച്ഛൻ്റെ പേരിലുള്ള ഓരോ തുണ്ട് ഭൂമിയും അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയത് തന്നെയാണ്. അല്ലാതെ അയാൾ പറയും പോലെ തലമുറ കൈമാറുമെന്നൊന്നുമല്ല. ഉള്ളിൻ്റെ ഉള്ളിലോ ഒരു പഴയ പോലെ തന്നെയാണ്. നമുക്കുമില്ല ജാതി സ്പിരിറ്റൊക്കെ. അതിൽ വേറൊരു ജാതിയിലുള്ള ഒരാളെ കൊണ്ട് കെട്ടിക്കുമോ? നിൻ്റെ പഴയ ഒരുമാതിരി വർത്തമാനം പറയില്ല ഭാസ്കര. അതിവിടെ പണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. വർത്താനം പറഞ്ഞ നല്ല വിഷയട്ടാ. നമ്മളെന്തിനാ പഴയ കാര്യങ്ങളൊക്കെ വെറുതെ ഓർത്ത് ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നു? ഞാൻ പഴയ കാര്യങ്ങളോർത്ത് ജീവിക്കുന്നതിനാണെങ്കിൽ നീ നിൻ്റെ മുന്നിലിരുന്ന് ഭക്ഷണം കഴിക്കില്ല.